Hi dears, welcome to my YouTube channel. Standard 7 Social Science 7th chapter From Food Production to Food Security. ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1 ആൻഡ് 2 വീഡിയോസ് കാണാത്തവർ അത് കാണുക. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നിവയെക്കുറിച്ചും അവ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദാരിദ്ര്യം അഥവാ പോവർട്ടിയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ്. ആദ്യം നമുക്ക് എന്താണ് ദാരിദ്ര്യം എന്ന് നോക്കാം. പോവർട്ടി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് അക്സസബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. അതായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് എന്ത്? ദാരിദ്ര്യം അഥവാ പോവർട്ടി. അപ്പോൾ ദരിദ്രർ ആരാണ്? The poor are those who do not have the access to income or property to meet even their basic needs. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ. നിങ്ങൾ കേട്ടിട്ടില്ലേ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ എന്നൊക്കെ? എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? റേഷൻ കാർഡിൻ്റെ കേസിലൊക്കെ അല്ലേ? പോവർട്ടി ലൈൻ അനുസരിച്ചാണല്ലോ റേഷൻ കാർഡുകളെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആക്കി തിരിച്ചിട്ടുള്ളത്. പിങ്ക് ആൻഡ് യെല്ലോ കാർഡ്സൊക്കെ പോവർട്ടി ലൈനിന് താഴെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പോവർട്ടി ലൈൻ അഥവാ ദാരിദ്ര്യരേഖ എന്ന് നമുക്ക് നോക്കാം. A poverty line is an imaginary line that divides the population of a country into those who are poor and not. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് റീസൺസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഡെറ്റഡ്നെസ്, എക്സ്പെൻസീവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഓവർ പോപ്പുലേഷൻ, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, പ്രൈസ് റൈസ്, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇവയെല്ലാമാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് കൂടി ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമ്പർ വൈസിൽ പഠിക്കുക. അതായത് തൊഴിലില്ലായ്മ, കടബാധ്യതകൾ, ഉയർന്ന ചികിത്സാ ചെലവ്, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, സാമൂഹികമായ വിവേചനങ്ങൾ, വിലക്കയറ്റം, കുറഞ്ഞ കാർഷിക ഉൽപാദനക്ഷമത, അവസര അസമത്വങ്ങൾ, ഇവയെല്ലാം ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഈ ഭാഗം ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കൂ. ദ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI ഈസ് എ ന്യൂ മെത്തേഡ് ഡെവലപ്ഡ് ടു മെഷർ ഗ്ലോബൽ പോവർട്ടി. It was jointly prepared by the Oxford Poverty and Human Development Initiative and the United Nations Development Programme. Multidimensional poverty is calculated by assessing 12 indicators across 3 dimensions:
health, education and standard of living of the members of a household. മൾട്ടി-ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഷോർട്ട് ഫോം എന്താണ്? MPI. ഗ്ലോബൽ പോവർട്ടി മെഷർ ചെയ്യാനായി വികസിപ്പിച്ചെടുത്ത ഒരു ന്യൂ മെത്തേഡാണ് എന്ത്? മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അഥവാ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇനി ഓക്സ്ഫേർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ചേർന്നാണ് ഇത് തയ്യാറാക്കിയത്. ഇനി എന്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ഹൗസ് ഹോൾഡ്. അതായത് കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബഹുമുഖ ദാരിദ്ര്യം അഥവാ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി കണക്കാക്കുന്നത്. മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം 2019-21 ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക് രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ഇതിൽ 0.55% ആണ് കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക്. ടെക്സ്റ്റിൽ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ദാരിദ്ര്യ നിരക്ക് നിങ്ങൾ നോക്കി മനസ്സിലാക്കണേ. ഇനി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ പദ്ധതികളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന്, സ്വയം തൊഴിൽ വേതന പദ്ധതികൾ, സെൽഫ് എംപ്ലോയ്ഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്. സെക്കൻഡ്, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, ഫുഡ് സെക്യൂരിറ്റി പ്രോജക്ട്സ്. തേർഡ്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. സെൽഫ് എംപ്ലോയ്ഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീംസ്. ഇതിൽ വരുന്ന പ്രോജക്ട്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്: adults with low income receive employment opportunities and income. Next, life plan to provide livelihood to dependents of victims of crime who are suffering financial hardship. Next, Ayyangali Urban Employment Guarantee Scheme. Employment is provided to the adult members of every household living in urban areas who are willing to do unskilled manual labor. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ. പദ്ധതിയുടെ പേരും ലക്ഷ്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ: താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. നെക്സ്റ്റ്, ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. അടുത്തത്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. ഫുഡ് സെക്യൂരിറ്റി പ്രോജക്ട്സ് സെക്ഷനിൽ വരുന്ന പ്രോജക്ട്സും ഒബ്ജക്റ്റീവ്സുമാണിത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എൻഷുറിംഗ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദി പീപ്പിൾ. PM പോഷൻ മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th grade school children. സുഭിക്ഷ കേരളം സ്കീം. The project is being implemented in Kerala to achieve self-sufficiency in food. ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മൻ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി
കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൽ വരുന്ന പ്രോജക്ട്സ് നെയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീം, പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന, പ്രൊവൈഡ് പെൻഷൻ ആൻഡ് ഇൻഷുറൻസ് കവറേജ് ടു ഇൻഡിജന്റ് സീനിയർ സിറ്റിസൺസ്. നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, സ്കീം ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് ഇൻ ദ സ്റ്റേറ്റ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വിഭാഗങ്ങളും അവയുടെ നെയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇവ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് തന്നെ പഠിക്കണം, എക്സാമിന് വരാറുള്ളതാണ്. ഇവ കൂടാതെ കേരളം മറ്റ് ചില പദ്ധതികൾ കൂടി ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നു. അവ ഏതെല്ലാമാണ്? സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവയാണ്. കുടുംബശ്രീ ആൻഡ് പോവർട്ടി അലീവിയേഷൻ. കുടുംബശ്രീ ഈസ് എ പ്രോജക്റ്റ് launched on 17 May 1998 with the aim of poverty alleviation and economic upliftment of women. Kudumbashree has successfully spread its influence in all walks of social life. Kudumbashree members are also employed in initiatives like She Starts, Janakiya Hotels, Kochi Metro Service and Kerala's first water metro service. Most of the states in India have adopted the Kudumbashree model. Kudumbashree's experiences and achievements are helpful for poverty alleviation, the creation of a knowledge economy, and has contributed to social capital formation. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കുടുംബശ്രീക്ക് വളരെയധികം പങ്കുണ്ട്. കുടുംബശ്രീ എന്നാണ് രൂപീകരിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആണ് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. എന്നാണ് 1998 മെയ് 17, 1998 മെയ് 17 കുടുംബശ്രീ പദ്ധതി രൂപീകരിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്. സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം ഇന്ന് വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷീ സ്റ്റാർട്സ്, അതുപോലെ ജനകീയ ഹോട്ടലുകൾ, നമ്മൾ കുടുംബശ്രീ ഹോട്ടലുകളൊക്കെ കേട്ടിട്ടില്ലേ? കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ്, ഇവിടെയൊക്കെ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. അത് കുടുംബശ്രീയുടെ ഒരു വിജയമല്ലേ? കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ്. നെക്സ്റ്റ്, ഫുഡ് സെക്യൂരിറ്റി. Food security means ensuring that all people have access to adequate quantity of safe and nutritious food always, and to guarantee necessary circumstances to obtain it. Why can't food safety be ensured? Climate change, low income, lack of availability of food, industrialization, rise of prices, imbalance in distribution. ഭക്ഷ്യസുരക്ഷ.
ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്കാവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാലാവസ്ഥാ വ്യതിയാനം, വരുമാനക്കുറവ്, ലഭ്യതക്കുറവ്, വ്യവസായവൽക്കരണം, വില വർധനവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ തുടങ്ങിയവയാണ്. ഹങ്കർ ഫ്രീ കേരള, വിശപ്പ് രഹിത കേരളം എന്താണെന്ന് നോക്കാം. The key objective of the Hunger Free Kerala project is to eliminate hunger and make Kerala a hunger-free state. From 2017 to 2018, the project is being run with the help of Kudumbashree and local self-government bodies. Through such innovative projects, the aim is to achieve food security by ensuring adequate food for all. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇനി എന്നാണിത് രൂപം കൊണ്ടത്? 2017 മുതൽ 2017-18 മുതലാണ്. ഏതിൻ്റെയൊക്കെ സഹകരണത്തോടെയാണ്? കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും.